സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ടോപ്പ് 10 റിച്ചസ്റ്റ് വുമൺ ആരൊക്കെ എന്നറിയാനാണ്. അറിയണമല്ലോ തീർച്ചയായും അല്ലേ. സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ വീഡിയോയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലരും ഇത് കാണണം. ഇവരെ അടിച്ചമർത്താനുള്ളതാണോ, ഇവരെ അടുക്കളയിൽ ഇരുത്താനുള്ളതാണോ? 10ാം സ്ഥാനത്ത് കിരൺ മജുംദാർ ഷാ, 72 വയസ്സുണ്ട് അവർക്ക്. ബാംഗ്ലൂർ സ്വദേശിയാണ്. 3.2 ബില്യനാണ് അവരുടെ അസറ്റ്. 3.2 ബില്യൺ. ബയോകോൺ എന്നൊരു കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഓക്കെ. ഇനി 9ാം സ്ഥാനത്ത് മഹിമ ദത്ത, 48 വയസ്സ്, ഹൈദരാബാദ് സ്വദേശിനിയാണ്. 3.3 ബില്യനാണ് അവരുടെ അസറ്റ്. ബയോളജിക്കൽ എന്ന ഒരു വാക്സിൻ പ്രൊഡക്ഷൻ കമ്പനിയാണ് അവർ നടത്തുന്നത്. എക്സ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 3.3 ബില്യൺ. 8ാം സ്ഥാനത്ത് രാധ വെമ്പു, 52 വയസ്സാണ്. 3.4 ബില്യനാണ് അവരുടെ സ്വത്ത്. സോഹോ ഇന്റർനാഷണൽ എന്നുകൊണ്ടൊരു കമ്പനി നടത്തുകയാണ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. 7ാം സ്ഥാനത്ത് ഫാൽഗുനി നായർ, 62 വയസ്സ്, മുംബൈ സ്വദേശിനിയാണ്. 3.5 ബില്യനാണ് അവരുടെ സ്വത്ത്. നൈക്ക എന്ന കമ്പനിയുടെ ഓണറാണ്. നിങ്ങൾ തീർച്ചയായും കേട്ടുകയാണല്ലോ, ഒരു ഫാഷൻ കൊമേഴ്സ് കമ്പനിയാണ്. 6ാം സ്ഥാനത്ത് ലീന തിവാരി, 68 വയസ്സ്, മുംബൈ സ്വദേശിനിയാണ്. 3.9 ബില്യനാണ് അവരുടെ സ്വത്ത്. USV ഫാർമ എന്ന കമ്പനി നടത്തുന്നു. ഈ ഫാർമസി മെഡിക്കൽ അത് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ സ്ത്രീകളും അല്ലേ ഈ ലിസ്റ്റിൽ നമ്മൾ ഇത് വായിച്ചപ്പോൾ അധികം ഉണ്ടാകുന്നത്. അതൊക്കെ വലിയ സക്സസ്ഫുൾ ഒരു ബിസിനസ് ആണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 5ാം സ്ഥാനത്ത് വിനോദ് റായ് ഗുപ്ത, 79 വയസ്സാണ്, ഡൽഹി സ്വദേശിനിയാണ്. 5.2 ബില്യനാണ് അവരുടെ അസറ്റ്. ഹാവൽസ് എന്ന കമ്പനിയുടെ ഓണറാണ്. ഹാവൽസിൻ്റെ ഒരു ബൾബും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ലോ അല്ലേ. 4ാം സ്ഥാനത്ത് സ്മിത കൃഷ്ണ ഗോദ്രേജ്, 79 വയസ്സാണ്. പേര് കേട്ടപ്പോഴേ നിങ്ങൾക്ക് ആളപ്പിടി കിട്ടി കാണും. മുംബൈ സ്വദേശിനിയായ ഇവർക്ക് 5.5 ബില്യൺ അസറ്റാണ് ഉള്ളത്. യെസ്, ഗോദ്രേജ് എന്ന കമ്പനിയുടെ ഉടമസ്ഥ തന്നെയാണ്. 3ാം സ്ഥാനത്ത് രേണുക ജഗിത്താനി, 71 വയസ്സ്, മുംബൈ ജനിച്ചു വളർന്ന ഇവർ ദുബായ് ബേസ് ആയിട്ടാണ് ഇപ്പോൾ കമ്പനി നടത്തുന്നത്. 5.6 ബില്യൺ ഇവരുടെ അസറ്റ്. ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ, റീറ്റെയിൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്, അതിൻ്റെ മൊയിലാളിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പണക്കാരിയായ 2ാമത്തെ വനിത രേഖ ജുൻജുൻവാല, 61 വയസ്സ്, മുംബൈ സ്വദേശിനിയാണ്. 7.9 ബില്യനാണ് അവരുടെ അസറ്റ്. ടൈറ്റാൻ കമ്പനി ലിമിറ്റഡിൻ്റെ ഓണറാണ്. ടൈറ്റാൻ വാച്ചൊക്കെ ഒരിക്കലെങ്കിലും കെട്ടാത്ത ഏത് ഇന്ത്യക്കാരനാണ് ഉള്ളത്? വെറുതെയാണ് ഇവരിത്രയും കാശായത്. 7.9 ബില്യൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കാശുകാരിയായ വനിത, സ്ത്രീ ആര്? യെസ്, 1ാം സ്ഥാനത്ത് സാവിത്രി ജിന്ദാൽ, 75 വയസ്സാണ്. അവരൊരു MLA കൂടിയാണ് കേട്ടോ. ആസാം സ്വദേശിയായ ഇവരുടെ സ്വത്ത് കേട്ടാൽ നമ്മൾ ഫ്ലാറ്റാവും. ഇതുവരെ പറഞ്ഞ പോലെ 3.45, 5.5, 7 ഒന്നുമല്ല, 36.6 ബില്യനാണ് ഇവരുടെ അസറ്റ്. 36.6 ബില്യൺ. ജിന്ദാൽ ഗ്രൂപ്പിൻ്റെ മുതലാളിയാടേ. സ്റ്റീൽ രാജാക്കന്മാരല്ലേ, അവിടുത്തെ രാജ്ഞിയാണ് ഈ സാവിത്രി ജിന്ദാൽ. അപ്പോൾ ഇത് കേട്ട സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ഒരു ഉന്മേഷം കിട്ടിയില്ലേ, ഒരു മോട്ടിവേഷൻ കിട്ടിയില്ലേ? ഇവിടെ സ്ത്രീകൾക്ക് ഇത്രയൊക്കെ കാശുകാരാവാൻ പറ്റുമോ? എന്നിട്ടാണ് ഇവരെ കൊണ്ട് പാത്രം കഴിപ്പിച്ച് വീടിന് ചുറ്റും മാറാലെ അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതല്ലേ. അവരുടെ റൂട്ടിൽ അവരുടെ താല്പര്യത്തിന് വിടൂ, അവരുടെ സ്വപ്നങ്ങളുടെ പുറകെ വിടൂ. അവർ കെട്ടിപ്പൊക്കാൻ പോകുന്നത് വലിയ 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 സാമ്രാജ്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ 10 പേരെ, ഇപ്പം നമ്മൾ പറഞ്ഞ 10 പേരെ ഇതേപോലെ പിടിച്ച് കെട്ടി വെച്ചിരുന്നെങ്കിൽ എന്തായാനെ? അതാണ്.